അജിംസ്, അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ അൻവർ മാത്രമാണ് ഉയർത്തിയത് എന്ന് ധരിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ ക്രമസമാധാനത്തെക്കുറിച്ച്, കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ വ്യാപകമായ ആക്ഷേപങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷവും വളരെ ദീർഘകാലമായി ഉയർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, രാഷ്ട്രീയ ബലാബലങ്ങളിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നിയമസഭയിലെ ബലാബലത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും എന്ന് നമുക്ക് കരുതുന്നില്ല. അതുപോലെ തന്നെ ഈ നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MLAക്ക് ഏതാണ്ട് 9 മാസക്കാലമാണ് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള സമയവും ഉണ്ടായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ടാകുന്നത് കേരളത്തിൻ്റെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ. 2026 തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നതിന് മുമ്പായി നിയമസഭയിലേക്ക് നടക്കുന്ന അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കേരളത്തിൻ്റെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് അളക്കാനുള്ള നമുക്ക് ലഭ്യമാകുന്ന അവസാനത്തെ ഉപകരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാർ 2021 അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലാകട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലാകട്ടെ ഒക്കെ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. 4 ഉപതെരഞ്ഞെടുപ്പിലും 3 ഉപതെരഞ്ഞെടുപ്പിൽ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മാർജിനുകളിൽ വിജയിച്ചു. ചേലക്കരയിൽ LDF സീറ്റ് നിലനിർത്തിയെങ്കിലും അവർക്ക് ഭൂരിപക്ഷത്തിൽ 27,199 വോട്ടിൻ്റെ കുറവുണ്ടായി. അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ കുറേ നാളുകളായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDFന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും മൂന്നാം പിണറായി സർക്കാർ വരാൻ പോകുന്നു, പിണറായി 3.0 എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുവാൻ ഇടതുപക്ഷ മുന്നണിക്കും വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങളിലൂടെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും ഒക്കെ വ്യാപകമായ പ്രചരണങ്ങൾ നടത്താൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നരേറ്റീവിന് എത്രമാത്രം അടിസ്ഥാനമുണ്ട്, ആ നരേറ്റീവിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നളക്കാനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന കാര്യം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് അല്ലെങ്കിൽ CPMന് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പ് മാർച്ച് അവസാനം മുതൽ പ്രഖ്യാപിക്കാൻ, ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടോ പ്രഖ്യാപനം വളരെ നീണ്ടുപോയി. ഈ 2 മാസത്തിനിടയിൽ UDFലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് 2-ൽ ഒരാളാവും എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ ആകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളിൽ ആര് വന്നാലും എന്താണ് തങ്ങൾക്കുള്ള സ്ട്രാറ്റജി, തങ്ങളുടെ മറു സ്ട്രാറ്റജി എന്ന് LDFന് തീരുമാനിക്കാൻ ഇത്രയേറെ സമയമെടുത്തു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ 2 സ്ഥാനാർത്ഥികളാണ് വന്നാൽ പ്ലാൻ A, പ്ലാൻ B അല്ലെങ്കിൽ പ്ലാൻ C എന്ന നിലയിൽ CPMൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. UDFൻ്റെ സ്ട്രാറ്റജി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ LDF ഇത്രയും സമയമെടുത്തു എന്നുള്ളത് തന്നെ നമ്മളെ വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും LDF ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്റെ ചോദ്യം അതാണ്, അതായത് രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെ UDF തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി LDFും പ്രഖ്യാപിച്ചു. എൻ്റെ ചോദ്യം, അപ്പോൾ നിങ്ങൾ UDF PV അൻവറുമായി നടത്തുന്ന സംഭാഷണങ്ങൾ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളെ മുൻനിർത്തിയേ അല്ല, അൻവർ പിടിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്ക് അത് തങ്ങൾക്ക് വേണം എന്ന് കരുതി മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും യോജിക്കാൻ കഴിയുന്ന ആളുകളുമായി യോജിക്കുകയും കിട്ടാൻ കഴിയുന്ന എല്ലാ വോട്ടുകളും സമാഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ചെയ്യുന്ന കാര്യമാണ്. നിലമ്പൂർ അൻവർ രാജിവെച്ച MLA ആണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും കുറേയേറെ വോട്ടുകളാണ്. അദ്ദേഹത്തിൻ്റെ കൂടി വോട്ടുകളുടെ ബലത്തിലാണ് LDF കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. LDF അൻവറിൻ്റെ വോട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ, അൻവറിൻ്റെ വോട്ട് ഇല്ലെങ്കിൽ അങ്ങനെ എന്ന് UDF പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അൻവറിന് മാത്രം ഉയർത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് എന്നില്ലല്ലോ. അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ഒരു പ്രതിപക്ഷ മുന്നണിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ നിൽക്കുന്ന ആർക്കും ഉയർത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമായി ഉയർന്നു വരും. ഇവിടെ സ്വരാജ് സ്ഥാനാർത്ഥിയാകുമ്പോൾ CPM അണികൾക്ക് വലിയ ആവേശമുണ്ടാകുന്നു. CPMൻ്റെ കൃത്യമായ വോട്ടുകൾ സ്വരാജിന് സമാഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ചോദ്യം, CPMൻ്റെ വോട്ടുകൾ മാത്രം സമാഹരിച്ചാൽ LDFന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്.
നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം വെച്ച് സ്വരാജിന് CPM-ൻ്റെ വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകാൻ കഴിയില്ല. നിലമ്പൂരിൽ എന്നൊക്കെ കുഞ്ഞാലിയുടെ കഥ അനിൽകുമാർ പറഞ്ഞു. പക്ഷേ കുഞ്ഞാലിക്ക് ശേഷം ഇന്നേ വരെ CPM അവിടെ സ്വന്തം ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കുഞ്ഞാലിയുടെ മരണശേഷം 6 മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരനാണ് വിജയിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ CPM-ൻ്റെ മാത്രം വോട്ട് നേടി വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ളതുകൊണ്ടാണ് PV അൻവറിനെ പോലെ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത്. PV അൻവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ട് പോലും 2700 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ PV അൻവറിന് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഉണ്ടായിട്ട് പോലും ഇവിടെ 2700 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നേടാൻ കഴിയുന്നതെങ്കിൽ CPM-ൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് അനുകൂലമായി ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവെ മുസ്ലിം ലീഗ് ഇതര മുസ്ലിം വിഭാഗങ്ങൾ വ്യാപകമായി പിണറായി വിജയൻ അനുകൂലമായി LDF-ന് അനുകൂലമായി 2021 വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത്രയേറെ വിശ്വാസ്യത മുസ്ലിം സമുദായത്തിനിടയിൽ ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒട്ടേറെ വിഷയങ്ങളിൽ പിണറായി വിജയന്റെ നിലപാട് സംശയാസ്പദമാണ് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നുണ്ട്. പൂരം കലക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് വ്യാപകമായ ചർച്ച നടത്തുന്നു. ഒന്നുള്ളത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഡെമോഗ്രഫിയെക്കുറിച്ച് നമുക്ക് ഏകദേശമായ ഒരു ധാരണയുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 45% മുസ്ലിം വോട്ടുകളുണ്ട്, ഏതാണ്ട് 40% ഹിന്ദു വോട്ടുകളുണ്ട്, 12% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം.